പ്രേക്ഷകർക്കും ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. കോമഡിയുടെ പുത്തൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പ്രകാശം വീശുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 നിങ്ങൾ ടച്ച് വിട്ട കലാകാരന്മാര് പലരും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾ ഈ ഒരു സമയത്തല്ലല്ലോ ടച്ച് വിട്ടു എന്ന് പറഞ്ഞ് കയറി വരേണ്ടത്. അതെ, നമ്മള് ജോലിക്ക് വന്ന നമ്മുടെ ആ സമയത്ത് തമാശ പറയല്ലേ, ഞങ്ങൾ KSCBന്ന് ലയൻ കമ്പിമേലേക്ക് ചാഞ്ഞു വീണ് കിടക്കുന്ന മരങ്ങൾ വെട്ടുന്ന പണിയെയാണ് മലയാളത്തിൽ ടച്ച് വെട്ടുക എന്ന് പറയുന്നത്. നിങ്ങളാണോ ഇപ്പൊ 2 പ്രാവശ്യം ഫ്യൂസ് ഊരിയത്? ഞാനിപ്പോ 2 പ്രാവശ്യം ഫീസ് ഊരിപ്പോ അവിടെ നിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു അവിടെ ഒരു ഷൂട്ട് കിടക്കാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത്രയും വലിയ ആളുകളായതുകൊണ്ട് ജസ്റ്റ് സാധാരണക്കാരുടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പണ്ടേ വലിച്ചൂരി ഞങ്ങൾ വീട്ടിൽ പോയേനെ. നിങ്ങളൊക്കെ ഇത്രയും പ്രശസ്തരായ ആളുകളൊന്നും ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിട്ട് ൂരാം എന്ന് കരുതി. പക്ഷേ ടച്ച് വിട്ടാൻ വേണ്ടി പോകുമ്പോ ഈ മോനെ കൂടെ കൊണ്ടുവന്നെന്തിനാ? അയ്യേ, ഇതെന്റെ മോനൊന്നല്ല. മോനല്ലേ? എന്റെ മോനല്ല. മോനെ ആരുടെ മോനാണ്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ടാണ് അച്ഛൻ പണ്ട് നാട് വിട്ടു പോയത്. അതെ, ഇത് അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ ഈ റോഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി താഴെ ഇടുമ്പളേ ഈ പച്ചമാങ്ങ, പറങ്കേണ്ടി, അതുപോലെ തന്നെ മുരിങ്ങക്കായ, ഈ വക സാധനങ്ങളൊക്കെ വീഴുമ്പോ അത് പറക്കി തിന്ന് ജീവിച്ച് വഴിന്ന് കിട്ടിയ ചേട്ടന് മൈനന് വേണോ? മൈനക്കുഞ്ഞുണ്ടോ? മൈനക്കുഞ്ഞുണ്ട്, 3 ഉണ്ട്. 3 മൈനക്കുഞ്ഞുണ്ടോ? 2 പെണ്ണ. എടാ, മൈന വർത്താനം പറയും. മരം വെട്ടിപ്പ് കിട്ടണം. ഒരു മൈന എനിക്കുണ്ടോ? നിങ്ങൾ ഈ വക മൈന വർത്താനം നിർത്ത്. നിങ്ങളുടെ മൈന വർത്താനം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നു, മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ജോലി സർക്കാർ ശമ്പളം തരുമ്പോൾ നിങ്ങൾ ഈ വക വർത്താനം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നല്ല. ഞാനൊരു മര്യാദക്കാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഫീസ് ഊരുന്നൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി വന്നു. അല്ല, നമുക്ക് നമ്മുടെ ഷൂട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ അതിന്റെ ഇടയിൽ ഫ്യൂസ് ഊരിയ ബുദ്ധിമുട്ടാവും. അല്ല പിഷാരായിട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സർക്കാർ ഇത്രയും പൈസ ചെലവാക്കി ഷാജൻ ചേട്ടനെ പോലുള്ള തിരക്കുള്ള ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ചു നിർത്തുമ്പോൾ നിങ്ങളൊന്ന് സഹകരിച്ചെങ്കിലല്ലേ അത് പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട ഷാജോൻ, നിങ്ങളോടൊന്നും ബഹുമാനമില്ല എന്നിട്ടല്ല, പക്ഷെ സർക്കാരിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പണി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഒരു അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് ഇതിപ്പോ എന്താ ഒരു കാര്യം ചെയ്യും, എഞ്ചിനീയറോടൊന്നും നിങ്ങൾ വിളിച്ചു പറയണ്ട. ഞങ്ങൾ ആ വഴി ഒന്ന് വെട്ടി വരുമ്പോഴേക്കും നിങ്ങൾ ഇവിടുത്തെ വെട്ടും കാര്യങ്ങളൊക്കെ ഫീസ് ഞങ്ങൾ ഇപ്പൊ തൽക്കാലം പെട്ടെന്ന് തീർക്കണം. 5-8 പണിക്കാർ നമ്മൾ സബ് കോൺട്രാക്ട് കൊടുത്തേക്കുന്നതാ. നമുക്ക് അപ്പുറത്ത് പറമ്പ് കേട്ടോ. 350 രൂപ തരണം. മൈനയുടെ വർത്താനം നിർത്തിട്ട് വാ. ഇന്നത്തെ എപ്പിസോഡിൽ ഈ വേദിയിൽ ആദ്യമായി പെർഫോം ചെയ്യാൻ എത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സുധൻ കൈവേലി. സുധൻ ചേട്ടാ, വെൽക്കം ബാക്ക്. സുഖമായിരിക്കുന്നോ? സുഖം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ വൺസ് അപ്പോൺ എ ടൈമില് ആദ്യം വന്നതോടുകൂടി നമുക്ക് ഒരുപാട് സ്റ്റേജ് കിട്ടി. അങ്ങനെ ചെറിയൊരു സീരിയലിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെയ്തു. സീരിയൽ കഴിഞ്ഞു. നല്ലല്ലേ ഒരു പരിപാടിക്ക് വന്നിട്ട് അതെ, തീർച്ചയായിട്ടും വൺസ് അപ്പോൺ എ ടൈമാണ് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് എനിക്കൊരു ചാൻസ് കിട്ടി. ആദ്യത്തെ ഷോ അതിൽ തന്നെ നമുക്കിപ്പോ ഈ ഒരു ഗ്യാപ്പില് അതിന്റെ ഒരു പേരല്ല വൺസ് അപ്പോൺ എ ടൈം ഫെയിം എന്ന് പറഞ്ഞാണ്. അതിൽ ഏറ്റവും വലിയ സങ്കടം അതല്ല, ഇവന് കുറെ സ്റ്റേജ് കിട്ടി, എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. കോവിഡ് തുടങ്ങിയ പിന്നെ ഒരു സ്റ്റേജ് കണ്ടിട്ടില്ല. ഞാനിവിടെ വെറുതെ ഇരിക്കുക. ഗംഭീരായി സുധ, പൊളിക്കും. ഓക്കെ, താങ്ക് യു സാർ. സുധ അമൃതയിൽ തന്നെ വേറൊരു ഇതിൽ വന്നിരുന്നോ? കോമഡി മാസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ തുടക്കം ഇവിടുന്നായിരുന്നല്ലേ? തുടക്കം ഇവിടുന്ന. അതിനുശേഷമാണ് ഞാൻ അതിലൊക്കെ പോയി. അതിൽ കുറച്ച് മ്യൂസിക് ഷോ ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് ഇന്നും തകർക്കെ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ, താങ്ക് യു. നമസ്കാരം സാർ. ഷാജൻ ചേട്ടാ നമസ്കാരം. എൻ്റെ വീട്ടിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ശങ്കരേട്ടൻ താമസിക്കുന്നുണ്ട്. ശങ്കരേട്ടൻ ജോലി ചെയ്യുന്ന ഒരു ചായക്കട നടത്തുന്നത് 9 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ തമാശകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരുടെയും. ഭയങ്കരമായ മറവിയാണ്. മറവി എന്ന് പറഞ്ഞാൽ ഒരു 1.5 മറവി. ഒരു ദിവസം ശങ്കരേട്ടൻ ഒരു മെഴുകുതിരിയും കത്തിച്ച് ഇങ്ങനെ വരുന്ന, അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു വാഹനം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മെഴുകുതിരി കെട്ടുപോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ശങ്കരേട്ടൻ വന്ന വഴിയെ തിരിഞ്ഞു നിന്ന് അങ്ങനെ ലോറി പോയി. അപ്പോൾ പിന്നെ ശങ്കരേട്ടൻ എന്ത് ചെയ്യുന്നറിയോ? നേരെ വന്ന വഴിയെ നടന്ന് തിരിഞ്ഞു നിൽക്കാൻ മറന്നുപോയി ശങ്കരേട്ടനോട്. ഇതാണ് ശങ്കരേട്ടൻ്റെ മറവി. അത് മാത്രമല്ല, മൂപ്പർക്ക് പണ്ട് കാലത്ത് മൂപ്പർ ചായ കച്ചവടം നടത്തുന്ന സമയത്ത് എപ്പോൾ ചായയിൽ ഉറുമ്പ്. അപ്പോൾ എല്ലാവരും പറയും, എന്തെന്നാ ശങ്കര ഇതിൻ്റെ ചായയിൽ എപ്പോൾ ഇങ്ങനെ ഉറുമ്പ്, ഇത് എന്ത് നല്ലൊരു ചായ എനിക്ക് എപ്പോഴും തരുവാൻ പറ്റുമെന്ന് ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞു, നാളെ തൊട്ട് ചായയിൽ ഉറുമ്പ് ഉണ്ടാവില്ല, 100%. മൂപ്പർ വീട്ടിൽ പോയി ഒരുപാട് ചിന്തിച്ച് മൂപ്പർ എന്ത് ചെയ്യുന്നറിയോ? ഈ ചായ ഉണ്ടാക്കുന്നത് ഒരു മൊത്തം ടേബിൾ ഉണ്ടല്ലോ, ടേബിൾ അത് നമ്മുടെ പഞ്ചസാര, പാല്, ചായപ്പൊടി അതിലാണ്ടാവുക. ഈ ടേബിൾ മൊത്തം മൂപ്പർ 4 കാലും വെള്ളത്തിലെടുത്ത് വെച്ചു. എന്നാ പിന്നെ ഇനി ഉറുമ്പ് വരട്ടെ നോക്കുമ്പോൾ പിറ്റേന്ന് ചായ കൊടുത്ത് പോകുമ്പോൾ പിറ്റേന്ന് ഉറുമ്പ്. അവിടെ മൂപ്പർ അതിനെപ്പറ്റി ഒരു പഠനം നടത്തി. മൂപ്പർ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാം? ഉറുമ്പ് ഇങ്ങനെ നിരനിരയായിട്ട് പോന്ന
ചുമരുമ്മ കൂടി തന്നെ കയറിയിട്ട് മുകളിൽ പോയിട്ട് ഭരണീന്റെ അടുത്ത് നിൽക്കും. എന്നിട്ട് ആടുന്ന് താഴോട്ട് നോക്കിയിട്ട് കാലും കൈയും വിട്ടുവിടുക ഭരണിയിലേക്ക്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഉറുമ്പ് പഞ്ചാര കണ്ടാല് മരിക്കും എന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞ് ഇനി ഉറുമ്പില്ലാത്ത ചായ എനിക്ക് തരുവാനാവില്ല, ഇതാണ് ഉറുമ്പിന്റെ സ്ഥിതി എന്ന് പറഞ്ഞ്. പിന്നെ മൂപ്പർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പഞ്ചാര ഭരണിക്ക് അടപ്പെട്ടിട്ട് അതിന്മേൽ ഉപ്പ് നെയ്തി വെച്ച് പിന്നെ ഉറുമ്പ് വന്നിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിലേക്ക് കക്കട്ട് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു 6:30 മണി കഴിഞ്ഞാൽ വാഹനം വലിയ പ്രശ്നമാണ്, ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കും. ഒരു ദിവസം നമ്മുടെ ശങ്കരേട്ടൻ ഇങ്ങനെ ഞാൻ അന്നാ മൂപ്പർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു ചാറ്റൽ മഴ, ഹെൽമെറ്റ്, കോട്ട്, മാസ്ക് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്നെ മനസ്സിലാവാത്ത രീതിയിൽ അടുത്ത് ചവിട്ടി കയറിക്കൊന്നാണ്. അപ്പോൾ വണ്ടി അങ്ങനെ പോകുന്നത് വേഗം കയറി. ഇദ്ദേഹം ആര് നമ്മളെ ബൈക്കിന്റെ പിന്നിൽ കയറി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കഴിയുന്ന സമയത്തേക്ക് നമ്മൾ ആരാണെന്ന് അറിയാന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഉണ്ടാവും. ഞാനത് പിടുത്തം കൊടുത്തില്ല. കുറെ കഴിഞ്ഞാൽ എന്റെ പുറത്ത് ചൊട്ടി ശങ്കരേട്ടൻ ചോദിച്ചു, ആരേനു എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്നാണ്. ഞാനോട് പറഞ്ഞു ഞാനങ്ങ് വിലങ്ങാടാന്ന് പറഞ്ഞു. ഞങ്ങളെ നാട്ടിന്റെ അപ്പുറത്തൊരു 12 കിലോമീറ്ററിലൊരു സ്ഥലം ഞാൻ സൗണ്ട് മാറ്റി പറഞ്ഞു. അടുത്ത ചോദ്യം എന്താണെന്നറിയാം, കൈവേലി ആരെങ്കിലും പരിചയം ഉണ്ടേനോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുധൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ മൂപ്പർ 1-2 പരിപാടിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയമൊന്നുമില്ല, മൂപ്പർ എങ്ങനെ എന്ന് ചോദിച്ചു. അയാള് പറയാ മൂപ്പർ നേരം വെളുക്കുമ്പോൾ മിമിക്രിയും പാട്ടല്ലായിരിക്കണം നടക്കും, 10 രൂപ കൊല്ലായി, അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇതുവരെ വീടിന്റെ പണി ഇതുവരെ തീർത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ച് മേടിച്ച് ഒന്നും അനങ്ങിയില്ല. നല്ല അവാർഡല്ലേ എനിക്ക് കിട്ടിയേ. വണ്ടി അങ്ങനെ മുന്നോട്ട് പോയി മൂപ്പറെ സ്ഥലം ഇറങ്ങിയേറെ. മൂപ്പർ ഇറങ്ങിയേറെ ഞാൻ മാസ്ക് മേലെ താത്തി പറഞ്ഞു, ശങ്കരേട്ടാ ഇത് ഞാനാ സുധനാട്ടോ എന്നാണ്. ശങ്കരേട്ടൻ ആകെ ചമ്മി എന്നൊരു അടിയോ അടിച്ച് എന്നോട് പറഞ്ഞു, കള്ള ഒന്ന് പറയേനു, ഇനിയിപ്പോൾ ഇത് നിങ്ങൾ വാട്സപ്പ് ടൈമിൽ അതിനകത്തെല്ലാം ഉണ്ടാവില്ല, എന്നെ കൊണ്ട് പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു പോന്നു. 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഇവരെ കുറേ കഥകളും തമാശകളും ഉണ്ടല്ലോ, ഇവരൊന്ന് പരിചയപ്പെടുന്നതെന്ന് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി നോക്കുമ്പോൾ ആരുമില്ല. ഒരു 3-3:30 ടൈം. അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഞാൻ പഴയ കഥകളുണ്ടെങ്കിൽ കുറേ കാണിച്ചിട്ട് മുമ്പ് എന്നോടൊരു കഥ പറഞ്ഞ കഥ ഉണ്ടല്ലോ, ഒരു സ്വയംവരം നടന്ന കഥയാണ് ഒരു കൊട്ടാരത്തിൽ. അപ്പോൾ ഈ രാജകൊട്ടാരത്തിൽ നമുക്കറിയാം സ്വയംവരം എന്ന് പറയുന്ന സമയത്ത് മല്ലന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കണം, വില്ല് കൊലക്കണം, ഇങ്ങനെയൊക്കെയാണ് സ്വയംവരം നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ രാജാവ് പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണം ഈ സ്വയംവരം വളരെ വ്യത്യസ്തമായ രീതിയിൽ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞു ഓക്കെ. ഇപ്പോൾ രാജാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു അമിതമായ യുദ്ധം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട, രസകരമായ നല്ല എളുപ്പമുള്ള നല്ല തമാശകൾ എന്തെങ്കിലും കൂടിയ നല്ല ഐഡിയ ബുദ്ധിപരമായ എന്തെങ്കിലും ഒരു മത്സരം മതി എന്നാണ്. അപ്പോൾ അവിടെ മന്ത്രി പറഞ്ഞു ഓക്കെ നമുക്ക് ശരിയാക്കാന്നാണ്. അവിടെ നീലകണ്ഠൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ട്, ഒരു 5-10 ആളും കൂടി ഇങ്ങനെ നോക്കുന്ന നല്ല ആനയാണ്, എന്ത് പറഞ്ഞാൽ അതുപോലെ കേൾക്കും, അടിപൊളി ആനയാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞു രാജാവ് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആന ഇങ്ങനെ നിൽപ്പുന്ന് കാലൊന്ന് അനക്കാൻ ആർക്കാ പറ്റുന്നത്, ആരാണോ വരുന്നത് വന്നിട്ട് കാലനക്കാൻ പറ്റുന്ന ആനന്റെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാന്നാണ്. അപ്പോൾ മൊത്തം അനൗൺസ് ചെയ്ത് അങ്ങനെ ആളുകളൊക്കെ വന്നു, ഒരുപാട് രാജാക്കന്മാർ വന്നു, ഭയങ്കര ആഘോഷം. പലരും വന്ന് ഇങ്ങനെ മത്സരം നടത്തി. ആനേന്റെ കാലളക്കാൻ ആർക്കും പറ്റുന്നില്ല, എല്ലാവരും മടങ്ങി. അവസാനം നമ്മുടെ നാട്ടിലെ കേശുവട്ടം ചോദിച്ചു എല്ലാ എനക്കൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെന്താ എന്ന് പറഞ്ഞു. അപ്പോൾ കേശുവട്ടം വരുമ്പോൾ ഗാലറി മൊത്തം കൂക്കിയ, ഓ ഹെരീപ്പ് ഇവനുണ്ട്, ഓ മൊത്തം ഗാലറി മൊത്തം കൂക്കിയ. അപ്പോൾ കേശുവട്ടം ചെന്ന പാടേന ടേബിൾ എന്ന് പറഞ്ഞു, ഒരു ടേബിൾ ഒരു മേശ. അപ്പോൾ തന്നെ മേശ എത്തി. ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാം, ഭയങ്കര കൂക്കിയും ബഹളമല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ടേബിള് ആനന്റെ കഴുത്തിന്റെ അടുത്ത് അവിടെ ഇട്ട് അതിന്മ കയറിയെന്ന് അരയെന്നൊരു മയിൽപ്പീലിങ്ങ് വലിച്ച്, എന്നിട്ട് ആനേന്റെ ചെവിട്ടിലോട്ടങ്ങിട്ട് 2 തിരിങ്ങനെ തിരിക്കുമ്പോ ആന ഇങ്ങനെ ഒരു കാലിക്ക് എടുത്ത് വെച്ച് ആകെ പ്രശ്നമായില്ലേ. രാജാവ് പറഞ്ഞു എങ്ങനെയാണോ കേശുവിന് കല്യാണം കഴിച്ചു കൊടുക്കുക, എന്താക്കുമെന്നാണ്. മന്ത്രി പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് മത്സരം മാറിപ്പോയാന്ന് പറയാം. മത്സരം മാറിപ്പോയാൽ നിങ്ങൾ പേടിക്കേ വേണ്ട. ഉടനെ മന്ത്രി പറഞ്ഞു നമുക്ക് തല ആട്ടിയാലാണ് ഇതാ മത്സരം ഒന്നാണ്, തല ആട്ടണം മാന ഇതാ മത്സരം, ഞങ്ങളോട് മാറിപ്പോയതാണ്, തല ആട്ടണം ഒന്നാണ്. വീണ്ടും മത്സരം വീണ്ടും മത്സരം എല്ലാവരും വരുന്നു, ഗംഭീരമായ ആഘോഷം നടക്കുന്നത്, പലരും വരുന്നു, തല ആട്ടവും പറ്റുന്നില്ല. ആന ഇങ്ങനെ നിന്നെ ഒരു രക്ഷയില്ല. ലാസ്റ്റ് നമ്മളെ കേശുവേട്ടൻ വന്ന് ഒരു കൂക്കിയൊന്നുമില്ല കേട്ടോ, ഇയാൾ എന്താ ചെയ്യാൻ പോകുന്ന പറയാൻ പറ്റില്ലല്ലോ, ഒരു രക്ഷയില്ല. കേശുവേട്ടൻ വരുമ്പോൾ പിന്നെ നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലെ മ്യൂസിക് എന്നുള്ള മ്യൂസിക്കാ, ഒരു രക്ഷയില്ല. എല്ലാവരും ഇങ്ങനെ മുൾമുനയില. കേശോട്ടൻ ടേബിൾ, വീണ്ടും ടേബിൾ എത്തി. ഉടനെ കേശോട്ടൻ അതുമേ കയറി ആനേന്റെ ചേട്ട് ചോദിച്ചു ഞാൻ നേരത്തെ മറ്റേ ചെവിട്ടിലാക്കി എൻ്റെ ആക്കി തരട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ താങ്ക് യു. സുധൻ ചേട്ടാ ആസ് യൂഷ്വൽ സൂപ്പർ ആയിരുന്നു.
എങ്ങനെയായിരുന്നു ഏട്ടാ? ഗംഭീരമായിരുന്നു. അല്ലേ? ആ. എനിക്ക് ആനയുടെ ചെവിയിലും അയൽപ്പിയിലിട്ടതൊക്കെ ഞാൻ വിഷ്വൽ കണ്ടിട്ട് വളരെയധികം ചിരിച്ചുപോയി. പിന്നെ സുധന്റെ ശൈലി, വടക്കൻ കേരളത്തിന്റെ ഒരു ശൈലിയൊക്കെ ഗംഭീരമായിട്ട് പറയും. സുധൻ തന്നെ ഇടയ്ക്ക് ചില മ്യൂസിക്കുകൾ ഇടും, ചില എഫക്റ്റുകൾ ഇടും. അങ്ങനെയൊക്കെയാണ് സുധന്റെ പ്രകടനങ്ങൾ എപ്പോഴും ഉള്ളത്. വളരെ ഗംഭീരമായിട്ടാണ്. ഈ ആനയുടെ പുറത്ത് ഇരിക്കുന്നത് ഒരു പ്രത്യേക ചടങ്ങാണ്. ആനപ്പുറത്ത് ആനയുടെ കഥ ചെവിയിൽ കസേരയിട്ട് കയറി എന്നൊക്കെ പറഞ്ഞല്ലോ. ആനയുടെ പുറത്ത് ശരിക്ക് ഏണി വെച്ച് കയറുന്നവരുണ്ട്. ആനയുടെ ചെവി പിടിച്ച് ചവിട്ടി പിടിച്ച് കയറിയിരിക്കാൻ അറിയാത്തവർ ഏണി വെച്ചൊക്കെ കയറും. അപ്പോൾ ആനയുടെ പുറത്ത് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് സുഖമാണ്, ഇങ്ങനെ ഇരിക്കാം, ബൈക്കിലിരിക്കുന്ന പോലെ ഇരിക്കാം, കാല് ചെവിയുടെ ബാക്കിൽ വെച്ചിട്ട്. രണ്ടാമത്തെ ആൾക്ക് അത്ര സുഖമല്ല, കാരണം കാല് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് കാലിങ്ങനെ ഇട്ട് വേണം ഇരിക്കാൻ. മൂന്നാമത്തെ ആൾക്ക് ഒരു രക്ഷയില്ല, കാരണം നടുക്കിരിക്കുമ്പോ കാല് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഇട്ട് വേണം ഇരിക്കാൻ. അങ്ങനെ ഇരുന്നിട്ട് എഴുന്നള്ളിപ്പിന് ഞങ്ങളുടെ അതിലെ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ നിന്ന് ആന ഇങ്ങനെ ഇറങ്ങി നാട് മുഴുവൻ പോണം. ഇയാൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ, രാത്രി കിടക്കുമ്പോ ബ്രാക്കറ്റ് ഇട്ട പോലെ പുള്ളി കിടക്കുന്ന കാലിങ്ങനെ കിടക്കും. അതുപോലെ ആയിപ്പോ പുള്ളി. ആ പുള്ളി ഇങ്ങനെ ആനയുടെ പുറത്തിരിക്കുമ്പോ ഒരു ചെറിയ തൊണ്ടുണ്ട്. അപ്പൊ ഇതിൽ കുറച്ചു പേരൊക്കെ അവിടെ കാണാൻ ചില സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പൊ ആന തൊണ്ടുവഴി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറി. ഈ പുറകെ ഇരുന്ന ആള് പുറകോട്ട് മറിഞ്ഞൊരൊറ്റ വീഴ്ച വീണ് എല്ലാരും കണ്ട് പുള്ളി എണീറ്റിട്ട് മോള് ഞാൻ ഇറങ്ങിയിട്ടോ എന്ന്. സുധാ, നമ്മുടെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു പാട്ടൊക്കെ വേണ്ട നമുക്ക്? ഓക്കെ സാർ, എന്നാ ഒരു അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു നാടൻ പാട്ട് രണ്ടുപേര്. കാലത്തപ്പം തിന്നാഞ്ഞിട്ടോ കാലത്തേണി കാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല വളരുന്നില്ല ഇവൾ, എന്താണെന്നറിയില്ല വളരുന്നില്ല. കാലത്തപ്പം തിന്നാഞ്ഞിട്ടോ കാലത്തേണി കാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല വളരുന്നില്ല ഇവൾ, എന്താണെന്നറിയില്ല വളരുന്നില്ല. കിണ്ണത്തപ്പം തിന്നാഞ്ഞിട്ടോ കിണ്ണത്തിലിട്ട് തിന്നാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല പാടുന്നില്ല ഇവൾ, എന്താണെന്നറിയില്ല പാടുന്നില്ല. അടയപ്പം തിന്നാഞ്ഞിട്ടോ അടിയത് കൊള്ളാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല പഠിക്കുന്നില്ല ഇവൻ, എന്താണെന്നറിയില്ല പഠിക്കുന്നില്ല. കള്ളപ്പം തിന്നാഞ്ഞിട്ടോ കള്ളില് മുക്കി തിന്നാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല ആടുന്നില്ല ഇവൾ, എന്താണെന്നറിയില്ല ആടുന്നില്ല. പാട്. കാലത്തപ്പം തിന്നാഞ്ഞിട്ടോ കാലത്തേണി കാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല വളരുന്നില്ല ഇവൾ, എന്താണെന്നറിയില്ല വളരുന്നില്ല. ഓക്കെ, താങ്ക് യു. വളരെ മോശം പിഷാരടി, വളരെ മോശം, വളരെ വളരെ മോശം. അല്ല സാർ, സുധന്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്താ അങ്ങനെ പറയല്ലേ, ഒരു പയ്യന്റെ പെർഫോമൻസ് ആണോ ഈ പറയുന്നത്? ഞാൻ സുധന്റെ പെർഫോമൻസിന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശം. ഞങ്ങളോട് പറഞ്ഞ ഒരു അല്പ സമയം എടുക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഫീസ് ഊരില്ല എന്ന് പറഞ്ഞ 5-8 പണിക്കാർ റോട്ടിൽ പറ്റുവാതൊക്കെ പൂച്ചവാദിക്കാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക അവിടെ. അല്ല, നമ്മുടെ പണിയെടുക്കണ്ടേ? നിങ്ങൾ അങ്ങനെ വലിയ ഉത്തരവാദിത്തമുള്ള ആളായിട്ടൊന്നും പറയണ്ട. ഈ കറണ്ട് ഇഷ്യൂസ് കുറച്ച് എനിക്കും പറയാനുണ്ട്. അങ്ങനെങ്കിലും നീ കുറച്ച് കറണ്ട് ഇഷ്യൂസ് സംസാരിക്കും. ആ കറണ്ട് ഇഷ്യൂസ് അല്ല പറഞ്ഞത്, ഇവരുടെ ഈ കറണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് എനിക്ക് സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടത്? അല്ല, എന്റെ വീട്ടിൽ കറണ്ട് ബില്ല് വളരെ കൂടുതലാണല്ലോ. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കൊറോണ ഒന്നുണ്ടായിരിക്കുള്ളൂ. കൊറോണ എന്നെ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന സാധനമാണോ? എന്റെ പിഷാരടി, ഞാൻ ഇത് തമാശ എല്ലായിടത്തും തമാശ പറയില്ലേ. ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ മുഴുവൻ ഷാജൻ സാറേ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ടിവിക്ക് ടിവി കാണും, ഫ്രിഡ്ജ് വെച്ചാൽ അതിനകത്ത് ഫ്രിഡ്ജിൽ മുഴുവൻ ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ട് തുണി ഇട്ട് അലക്കി കഴിയുമ്പോൾ പിന്നെ കറണ്ടിലല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അല്ല, അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, ഈ കറണ്ടിന്റെ ബില്ല് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കാശ് കൊടുക്കാണ്ട് കറണ്ട് കിട്ടാൻ വഴി വല്ലതും ഉണ്ടോ? ഓ, കാശ് കൊടുക്കാണ്ട് കറണ്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ? അത് എനിക്ക് ഇവിടെ ഒന്ന് കേൾക്കണം. അതെന്തൊരു പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കല്ലോ. പിന്നെ അത് വേറെ ആരും അറിയണ്ട, നമ്മള് മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കുക അറിയാമെങ്കിൽ. പ്ലീസ്. ഒരു വഴിയുണ്ട്. പറ. നിങ്ങളുടെയൊക്കെ വീട്ടിലേ ആ. ഈ അവര് കേൾക്കണ്ട മീറ്റർ ബോക്സ് ഇല്ലേ, ഉവ്വ. അതിനകത്തൊരു ചുവന്ന വയറില്ലേ, ചോന്നവരുണ്ട്. ആ ചുവന്ന വയറ് വലിച്ചൂരിയെടുത്തിട്ട് കടിച്ചു പിടിക്കുക. കടിച്ചു പിടിക്കുക. കടിച്ചു പിടിക്കണം. എന്നിട്ട് അവര് കേൾക്കണ്ട പച്ച വയറില്ലേ, അത് ഊരിയെടുത്തിട്ട് ഇത് ഇങ്ങനെ പിടിക്കണം. ഇടത്തെ കൊണ്ട് പിടിക്കണം. അപ്പൊ ഞങ്ങൾ എത്തൂല്ലേ? ഈ ആളുകളെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതൊക്കെ ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? ആ കാശുണ്ടെങ്കിൽ കറണ്ട് ബില്ല് അടച്ചാൽ വീട്ടിൽ കറണ്ട് വരും. മനസ്സിലായി? ഒരു തീരുമാനത്തിലെത്തണം. ഈ ചേട്ടൻ മരങ്ങൾ വെട്ടിട്ട് വേണം, അതിന് ചേട്ടൻ വല്ല മാങ്ങ തേങ്ങൊക്കെ എടുത്തിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാം. ഇല്ലെങ്കിൽ ഞാൻ പച്ചച്ചോറിൽ നിന്ന് ജീവിക്കേണ്ടി വരും. മോനെ, നീ ചോറുന്നുള്ളതല്ല കേട്ടോ ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. അല്ലല്ല, എന്താ സംഭവം അറിയാമോ? നീ ചോറിനല്ല ഒരു വിഷയം, ഇവർക്ക് ചോറിനുള്ള പണി നമ്മളോട് ഒപ്പിച്ചു കൊടുക്കണം. ഷൂട്ടിംഗ് അല്ലേ ഏട്ടാ, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടാ. ഞാനൊരു കാര്യം പറയാം, അഡ്ജസ്റ്റ് ചെയ്യട്ടാ. നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഞാൻ എനിക്ക് എന്റെ മേലുദ്യോഗസ്ഥർ പറഞ്ഞു എന്റെ ജോലി പൊന്ന സമ്മതിക്കാം. പ്ലീസ്.
ഒരു പ്രാവശ്യം കൂടി ഞാൻ സമ്മതിക്കാം. അത് മതി, ഞങ്ങൾ പെട്ടെന്ന് തീർത്തോളാം. ഇപ്പൊ തരും. സസ്പെൻഷൻ വാങ്ങിച്ചു തരരുതേ. അപ്പൊ ഇന്ന് നമുക്ക് ഒട്ടും സമയമില്ല. അടുത്ത കണ്ടസ്റ്റന്റ് റൂബിനെ സ്വാഗതം ചെയ്യാം. So we have റൂബിൻ. എവിടെന്നാ വരുന്നത്? മാനത്തൂർ എന്ന് പറയും. മാനത്തൂർ. പാലായിന്ന് തൊണ്ടുപുഴയ്ക്ക് പോണ വഴിക്ക്. പാലക്കടുത്ത്. ഓക്കെ. എന്ത് ചെയ്യുന്നു? എനിക്ക് ടിക്കറ്റ് കച്ചവടമാണ്, ലോട്ടറി കച്ചവടമാണ് പണി. ആണല്ലേ? ഓക്കെ ചേട്ടാ. റൂബിൻ, സാർ, റൂബിന് ഈ സംസാരിക്കുമ്പോഴുള്ള വിക്ക് എന്ന് പറയുന്നത് ചെറുപ്പത്തിലുള്ളതാണോ? എനിക്കൊരു 5 വയസ്സ് തൊട്ടുണ്ട്. കാരണം പറഞ്ഞാൽ 5 വയസ്സാകുമ്പോഴാണല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയാൻ തുടങ്ങുന്നത്. അതെ, അതുവരെ കുഴപ്പമില്ലായിരുന്നു, അത് കഴിഞ്ഞാ തുടങ്ങിയത്. റൂബിനെ പോലെ ഒരാള് സ്റ്റാൻഡപ്പ് കോമഡിയുടെ വേദിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അത് എന്തുമാത്രം സാധ്യമാണെന്ന് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു വർത്താനം കൊണ്ട് ഇത് വലിയ സാധ്യതയുള്ള സംഭവമാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. കേട്ടോ റൂബിനെ? ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. റൂബിനെ ആദ്യത്തെ കൗണ്ടർ തന്നെ ഉഗ്രനായിരുന്നു കേട്ടോ. ഉഗ്രനായിരുന്നു. എനിക്ക് 5 വയസ്സ് വരെ പ്രശ്നമില്ലായിരുന്നു. 5 വയസ്സിനാണല്ലോ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പൊ മുതൽ കുഴപ്പമുണ്ടായിരുന്നു. ഉഗ്രനായിരുന്നു. നിങ്ങളുടെ ഹ്യൂമർ സെൻസ് അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അത് പറയാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ഹൃദയമുള്ളവർക്ക് പറ്റുള്ളൂ. അത് പറഞ്ഞാ ഞാന് ഒരു നാടകത്തിന്റെ അകത്ത് വേഷം ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ആദ്യമായിട്ട് എന്നെ അപ്പൊ ആദ്യമായിട്ട് ഒരു അമച്ചർ നാടകത്തിന്റെ അകത്ത് എന്നെ കുന്തക്കാരനായിട്ട് നിർത്തി. അപ്പൊ ഞാൻ കുന്തം പിടിച്ച് മടുത്തു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, എനിക്കിങ്ങനെ കുന്തം പിടിച്ച് എനിക്കൊരു കഥാപാത്രമായിട്ട് ജീവിക്കാൻ പറ്റി. അപ്പൊ പറഞ്ഞു, നീ വേഷം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും വീട്ടിൽ പോക്ക് നടക്കത്തില്ല, നിനക്കും വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്തു, മദ്യദുരന്തം, അതായത് വെള്ളം പിടിച്ചിട്ട് ജീവൻ പോണ 6 പേരുടെ കഥ എഴുതുന്നുണ്ട്. ഇതിന്റെ അകത്ത് 6 പേരുടെ ആ ജീവൻ രക്ഷിക്കുന്ന ഒരു നായകന, അത് ഏതെങ്കിലും ആണുങ്ങൾ ചെയ്തോളും. അപ്പൊ 6 പേരുടെ ആ ശവമായിട്ട് കൊണ്ടുപോയി വെക്കുന്നതിന്റെ അകത്ത് ഒരു ശവമായിട്ട് നീ കയറി കിടന്നോളാം. പിന്നെ ഒരു നാടകത്തിന്റെ അകത്ത് എനിക്കൊരു എഴുത്തുവേഷം കിട്ടി. ദാണ്ടമ്മേ അച്ഛൻ വന്നെന്ന് പറഞ്ഞ ഒറ്റ സീനേ ഉള്ളൂ. ഞാൻ കേറി പറഞ്ഞു, ആൾക്കാരുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്റെ നാക്കങ്ങോട്ട് ഉടക്കി. അമ്മയും അച്ഛൻ വന്നൊക്കെ ഞാൻ മറന്നുപോയി. അമ്മയും വന്ന്, അച്ഛനും വന്ന്, അമ്മായിയും വന്ന്, ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത കുറച്ച് പേര് സ്റ്റേജിൽ നിന്നൂടെ നിർത്തണം നിന്റെ കൂത്തെന്നും പറഞ്ഞില്ലേ. അതാണ് അനുഭവം. ഇൻട്രൊഡക്ഷനിൽ ഇതാണെങ്കിൽ അല്ലേ, പെർഫോമൻസിൽ എന്തായിരിക്കും? അടിപൊളി, ഉഗ്രനാവട്ടെ കേട്ടോ. ഓക്കെ സാർ, അടിപൊളി. മലയാളി, മലയാളം, മലനാട്, ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മായിൽ ആരംഭിക്കുന്ന മാനത്തൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, എനിക്ക് ചെറിയ ഒരു വിക്കുണ്ട്. അതായത് സംസാരിക്കുമ്പോൾ മാത്രമാണ് വിക്ക് എന്ന വിക്കന്മാരുടെ ദേശീയ തമാശ ഞാനിവിടെ പറയുന്നേ ഇല്ല. എനിക്കെൻ്റെ പൊന്നോ, എനിക്ക് പൈസ കൊടുക്കാനുള്ളവരെ കാണുമ്പോഴാണ് വിക്ക്. ഈ കൊറോണയ്ക്ക് ശേഷം കാശ് കൊടുക്കാനുള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിക്ക. അത് വിക്കാണോ, പനിയാണോ, വിറയലാണോ, തുമ്മലാണോ എന്നറിയത്തില്ല, ഒരൊറ്റ പാക്കറ്റായിട്ട് അങ്ങോട്ട് കയറി വരിക. പിന്നെ ഈ വിക്കെന്ന് പറയുന്ന ഈ ഐറ്റം, അത് ബോബനും മോളിയുടെ പട്ടിയുടെ കൂട്ട് ഞാൻ ജനിച്ച കാലം തൊട്ട് എൻ്റെ കൂടെയുണ്ട്. ഞാൻ തല്ലി ഓടിച്ചാലും പോകത്തില്ല, ഒരു മാർഗമില്ല. പക്ഷേ നിങ്ങൾ ഓർക്കും, എനിക്ക് ഈ വിക്ക് കൊണ്ട് ഭയങ്കര ഉപകാരമുണ്ടെന്ന്. എൻ്റെ പൊന്ന് പിഷാടി ചേട്ടാ, ഒരു ഉപകാരമില്ല. നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു 10,000 രൂപ തരും, നീ ഒരു 15 മിനിറ്റ് വിൽക്കോ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരൊറ്റ അക്ഷരം വിൽക്കത്തില്ല. നീ ഒരു 10,000 രൂപ എന്തിയെ കൊടുക്കാത്ത, നീ ആ 10,000 രൂപ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തേ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കയറും എന്ന് പറഞ്ഞോണ്ടല്ലോ, 10 ദിവസം മുമ്പേ വിക്ക് തുടങ്ങും. വിക്കെന്ന് പറഞ്ഞാൽ വിക്കോട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വിക്ക് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്നേ വരെ ഈ വിക്ക് കൊണ്ട് ഒരു പെണ്ണും എന്നെ തേച്ചിട്ട്. ഈ എൻ്റെ നാട്ടിലെ പ്രേമനൈരാശ്യം ഉണ്ടാകാത്ത ഒരേ ഒരു ചെറുപ്പക്കാരൻ അത് ഞാനാ. കാരണം ഞാൻ വർത്താനം പറഞ്ഞു വരുമ്പോഴേക്കും പെണ്ണടുത്ത പഞ്ചായത്തിൽ ചെല്ലും. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ഇപ്പൊ 6ാമത്തെ പഞ്ചായത്തിലാണ് ചെല്ലുന്നത്. അപ്പൊ പെണ്ണിന്റെ ആങ്ങളെ എന്നോട് പറഞ്ഞു, നീ ഒരു ശല്യമായിട്ട് അവളുടെ കൂടെ നീ ഒരു കുറച്ചു നേരം കൂടെ അവളുമായിട്ട് വർത്താനം പറഞ്ഞങ്ങ് ചെല്ലുവാണെങ്കിൽ അവളെ കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ ഓടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല,
ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് ഹരിമുരളീരവ് എന്ന് പറയുന്ന പാട്ട് സംഗതി കിട്ട് പെണ്ണിന്റെ മുമ്പിൽ ഞാൻ പാടാന്ന് പറഞ്ഞു. അപ്പൊ അവള് വല്ല ദുബായിക്കോ കാനഡയ്ക്കോ ഇംഗ്ലണ്ടിലോട്ടോ എല്ലാം പൊക്കോളുന്നു. പിന്നെ എനിക്ക് ലോട്ടറി കച്ചവടമാണ് പണി. പൈസ മേടിച്ച എന്നെ പോലെ കറക്റ്റ് കൊടുക്കുന്ന ഒരുത്തൻ ആ നാട്ടിൽ. ഞാനൊരു 2000 രൂപ നമ്മുടെ ഒരു കമ്പനിക്കാരനോട് മേടിച്ചു. അപ്പൊ 2 ദിവസത്തെ അവധിക്ക് മേടിച്ച അതൊരു കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഞാൻ അവനെ കാണുന്നില്ല, അവൻ എന്നെയും കാണുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ തൊടുപുഴ പാലത്തെ കൂടെ നേരെ അങ്ങ് പോവുക. അപ്പോൾ ഒരു പരിചയമുള്ള മുഖം അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോരുക. എനിക്കാണെങ്കിൽ വിക്ക് വന്നു, വിറയിൽ വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ എത്തിച്ചോളാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പാലത്തെ നിന്ന് കാണിച്ചപ്പോൾ ഇവൻ ചോദിക്കുക, ഈ വിക്കും വെച്ച് നീ കാശ് തന്നില്ലേലും വേണ്ടിയല്ലേ, നീ പാലത്തെ നിന്ന് എടുത്ത് താഴോട്ട് ചാടാൻ പോവാണോ അത് കാശ് തരാൻ പോവാണോ? പിന്നെ എനിക്കിത് എൻ്റെ ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു 100-105 കിലോ ഉണ്ട് ഞാൻ. അപ്പൊ ഈ ആരോഗ്യശേഷിയുള്ള ആൾക്കാർക്ക് ലോട്ടറി കച്ചവടം പറ്റിയാലെന്നാണ് മൊത്തത്തിലൊരു ഇത്. അപ്പൊ ഞാന് ടിക്കറ്റുമായിട്ട് കുറച്ച് ചുമട്ട് തൊഴിലാളികൾ ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുക. ഒരു 10-40 ടിക്കറ്റ് ഉണ്ട്. അപ്പൊ ആ പുള്ളി എന്നോട് ഒരു ചുമട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തോരം ടിക്കറ്റ് ഉണ്ടടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 10-40 ടിക്കറ്റ് ഉണ്ട്. ആ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങനെ ഇത്രയും ഗ്ലാമറുമായിട്ട് നീ ടിക്കറ്റ് വിറ്റ് നടക്കേണ്ടവനല്ല. ഞാൻ ടിക്കറ്റ് മൊത്തം ഞങ്ങൾ എടുത്തോളാം, പോയി കുളിച്ചിട്ട് നീ പാലാ KSRTC സ്റ്റാൻഡിൽ നിന്ന് കയറി നിലമ്പൂർക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വല്ല പണി വല്ല ഹോട്ടലിൽ വല്ല മാനേജറായിട്ടോ എന്തെങ്കിലും ഇങ്ങനെയായിട്ട് കിട്ടുന്ന കേസ് കിട്ടാണെന്ന് ചോദിച്ചു. അയ്യോ, നിന്നെ ഹോട്ടലിൽ മാനേജറായിട്ട് കെട്ടിയെടുക്കാനല്ല, നീ നിലമ്പൂര് നേരെ ചെല്ലുക, അവിടെ തേക്കും കൂപ്പുണ്ട്. അപ്പൊ നിന്റെ ഈ ഇത് വെച്ചിട്ടുള്ള ഒരു പണി ഞാൻ തരാം. അപ്പൊ തേക്കും കൂപ്പില് ശങ്കരൻകുട്ടി, ഗോപാലൻകുട്ടി എന്ന് പറയുന്ന പാലാക്കാരുടെ 2 ആനയുണ്ട്. ആ ആന കഴിഞ്ഞ ദിവസം ഇടഞ്ഞ് പിണങ്ങിപ്പോയി. അപ്പൊ ഒരു ആനനെ പകരം തടി പിടിക്കാനായിട്ട് കൊടുക്കണം. അപ്പൊ ഞങ്ങൾ തപ്പിയിട്ട് ആനയെ കിട്ടിയില്ല. നീ പോയിട്ട് ആ തേക്കും കഷ്ണം 2 പിടിച്ചു വെക്കുവാണെങ്കിൽ ഈ ലോട്ടറി വിൽക്കുന്നതിനേക്കാളും നല്ല പരിപാടിയായിരിക്കുന്നു. പിന്നെ എനിക്ക് എന്നാന്ന് പറഞ്ഞാലും എൻ്റെ വിഷമവും എൻ്റെ കഷ്ടപ്പാടും എല്ലാം കണ്ടിട്ട് എന്നെ ഒരു പെണ്ണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ വിളിക്കുന്നുണ്ട്. രാത്രി ഒരു 10:30 വിളിക്കും. എനിക്ക് വിൽക്കാൻ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞാലും തെരുതരെ വിളിച്ചോണ്ടിരിക്കും. ഞാൻ അങ്ങോട്ട് പറയുന്ന ഒന്നും കേൾക്കുകയില്ല. പെണ്ണ് പറയുന്ന ഏതാണ്ട് അക്ഷരം എനിക്ക് കേൾക്കാം. കോളർ ടൂൺ സെറ്റ് ചെയ്യ്, അങ്ങോട്ട് വിളിക്ക്, ഇങ്ങോട്ട് വിളിക്കുക. ഇങ്ങനെ എന്നെ ആകപ്പാടെ വിളിക്കുന്ന പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ കെയറിലെ കൊച്ചാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് എനിക്ക് വന്ന ചില അബദ്ധങ്ങൾ, എൻ്റെ ജീവിതത്തിൽ വന്ന ചില സാഹചര്യങ്ങളാണ് നിങ്ങൾക്കായിട്ടൊരു പുഞ്ചിരിക്കായിട്ട് ഞാൻ പറഞ്ഞത്. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന നിങ്ങൾക്ക് ഏവർക്കും, പ്രത്യേകിച്ച് വൺസ് അപ്പോൺ എ ടൈമിൻ്റെ ക്രൂ ടീമിനും എൻ്റെ എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രൂപൻ ചേട്ടാ, സൂപ്പർ ആയിരുന്നു പെർഫോമൻസ്, അടിപൊളിയായിരുന്നു. താങ്ക് യു. ആ ഓക്കെ, ചോദിക്കാം. നന്നായിരുന്നു റൂബിന്, ഉഗ്രനായിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു കൈയടി. കാര്യം നിങ്ങൾ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ രസമുള്ള കാര്യങ്ങളായിരുന്നു. അത് നിങ്ങൾ നന്നായിട്ട് അത് അവതരിപ്പിച്ചു. എല്ലാം കൊണ്ടും കൊള്ളാം. ഇങ്ങനെ സാധാരണ ചെയ്യാറുണ്ടോ? ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാറുണ്ടോ? നല്ല കോൺഫിഡൻസ് ലെവൽ ഉഗ്രനാണ്. അതിന് പ്രത്യേകം നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. ഇനി ഒരുപാട് കേട്ടോ, സ്റ്റേജിൽ ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ, നാടകങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഗംഭീരമായിരുന്നു. റൂബിനെ, ഇവിടെ സ്വാധീനക്കുറവുള്ളവർ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കെല്ലാം ഈ ഒരു ഏരിയയിലായിരുന്നില്ല അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ഏരിയയിലായിരുന്നില്ല അവരുടെ പ്രശ്നം. റൂബിനെ പോലെ ഒരാൾ ഇവിടെ വരുമ്പോൾ ഈ പരിപാടി കൊണ്ടൊക്കെ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളതിന്റെ ഹൈലൈറ്റ് ആണ്, അതിന്റെ പീക്കിലെത്തി നിൽക്കും ഈ പരിപാടി. ഇതൊരു കോൺഫിഡൻസ് ആണ്, അല്ലേ? ഇവിടെ വന്ന് കോൺഫിഡന്റ് ആയിട്ട് ഇത് പറയുന്നു, ഇത് ചെയ്യാൻ റൂബിന് പറ്റുന്നു. സർവോപരി കോൺഫിഡൻസ് ഉണ്ട്, വന്നു ചെയ്തു. അല്ലെങ്കിൽ റൂബിൻ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണ്, അതുകൊണ്ട് നമ്മൾ ചിരിച്ചേക്കാം എന്നുള്ളതല്ല. റൂബിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. ഈ ഒരു കുഴപ്പമില്ലല്ലോ, ആ പെർഫോമൻസ് നല്ലതായിരുന്നു. അത് ഞാനൊക്കെ ചില പരിപാടി ചെയ്യുമ്പോൾ ആദ്യം തീരുമാനിക്കുന്നത് ഒരു 6-7 സാധനം വേണ്ടെന്ന് വെക്കും. ഈ വേണ്ടെന്ന് വെക്കലുകളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്ന ഐറ്റങ്ങൾ പുതുതാവുന്നത്. ഇപ്പം രാജാവും മന്ത്രിയായിട്ടുള്ള ഒരു ബാലെ കളിക്കേണ്ടെന്ന് ഞാൻ ഒരു 6-7 വർഷം മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എഴുതുന്നത് അത് കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് ഞാൻ എഴുതാറില്ല. തീരുമാനിച്ചിട്ടുണ്ട്, അത് മോശം നല്ല കോമഡി ബാലയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അതേപോലെ റൂബിന്റെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞത് സംസാരിക്കുമ്പോൾ മാത്രമേ വിക്കുള്ളൂ എന്നുള്ള അന്താരാഷ്ട്ര കോമഡി ഞാൻ പറയുന്നില്ല എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ എനിക്ക് വലിയൊരു ഹുക്കായിരുന്നു. ഞാൻ അവിടെ തൊട്ട് വളരെ കാര്യമായിട്ട് റൂബിനെ ശ്രദ്ധിച്ചുകൊണ്ട് വന്നു. റൂബിൻ പറഞ്ഞാൽ എനിക്ക്
ഏറ്റവും ചിരി വന്നൊരു സാധനം, ഒരു ആവശ്യത്തിന് വിക്ക് വരണം എന്ന് വിചാരിച്ച വരൂല്ലെന്ന് പറഞ്ഞില്ല. അത് വരികയില്ല. ഞങ്ങളുടെ വീടിനടുത്ത് ഒരാൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ടി വി മേടിച്ചിട്ട് ഈ ടി വിക്ക് ഇടയ്ക്ക് ഇങ്ങനെ അതിന്റെ സ്ക്രീൻ വാർത്ത വായിക്കുമ്പോ രാജേശ്വരി മോഹനും അവരും ഒക്കെ ഇങ്ങനെ കാണിക്കും. പുള്ളി ഇത് കണ്ടു. അന്നൊന്നും ഇതുപോലെ വിളിച്ചു പറഞ്ഞ് അപ്പൊ തന്നെ ടി വി നന്നാക്കാൻ ആള് വരുന്ന സമയമല്ല. എറണാകുളത്ത് നിന്ന് കണ്ട 3 ദിവസം കഴിഞ്ഞ് കണ്ട ആള് വരുന്നത്. 3 ദിവസം കഴിഞ്ഞ ആള് വന്നിട്ട് പുള്ളി ടി വി വെച്ചപ്പോ ടി വി നേരെ വർക്ക് ചെയ്യുക. പുള്ളി പറഞ്ഞ് ഇല്ലെന്നതിന് കുഴപ്പം, ഈ ടി വി മൊത്തം നോക്കിയിട്ട് പുള്ളി ഒരു 1/4 മണിക്കൂർ എന്നിട്ട് കുഴപ്പമില്ല എനിക്ക് കാണുമ്പോൾ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഈ പുള്ളിനെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് മൊബൈലും ഇല്ലല്ലോ. പുള്ളി ബസ്സിൽ കയറിപ്പോ വീട്ടിൽ വന്ന് ടി വി ഓണാക്കുമ്പോൾ പിന്നെയും വെട്ടും. പിന്നെയും പുള്ളി വിളിച്ചു വരുന്നത്. 2-3 പ്രാവശ്യമായിട്ട് പുള്ളിക്ക് അങ്ങ് ഭ്രാന്താണ്. പുള്ളി പറയാം ഒരു ആവശ്യമുള്ള സമയത്ത് ഈ ടി വി കേടാവുകയല്ല, അല്ലാത്ത സമയത്ത് മുഴുവൻ ഈ ടി വി കേടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് ചില സാധനങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഓർമ്മ വരുമില്ല, അത് കിട്ടില്ല. അല്ലാത്ത സമയത്ത് ഈ സാധനം തന്നെ നമ്മൾ ചില സാധനങ്ങൾ കാണാതെ പോണ പോലെയാണ്. അല്ലെ വെറുതെ മേശപ്പുറത്തിരിപ്പുണ്ടാവും, രാവിലെ ഇട്ട് വൈകുന്നേരം വരെ. അവസാനം ഇത് ആവശ്യം വരുമ്പോൾ ഈ സാധനം അത് അവിടെ കാണുകയില്ല. അതൊക്കെ ഗംഭീര തമാശയായിരുന്നു കേട്ടാ. അപ്പൊ ഇത് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഈ സ്റ്റാമറിങ്ങിന്റെ പ്രോബ്ലം ഉള്ള ഒരാളായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെ അതിജീവിച്ച ഒരു പ്രശ്നവുമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിതെല്ലാം സുഖമായിട്ട് അതിജീവിക്കാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. പിഷാരടി, ഈ പരിപാടി കൊള്ളത്തില്ല, ഈ പരിപാടി കൊള്ളത്തില്ല. അങ്ങനെ പറയല്ലേ. ഈ പരിപാടി അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്. കാണുന്നവർ നല്ല പിന്നെ അതുകൊണ്ടല്ല ഏട്ടാ നമ്മൾ എല്ലാരും പറയുന്നുണ്ടല്ലോ ഈ പരിപാടി. ഞാൻ നിങ്ങളുടെ ഫണ്ട്സ് അപ്പോണ ടൈമിന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടി കൊള്ളില്ല. എന്നോട് ഇപ്പൊ തന്നെ നീ പരിപാടി കഴിയുമെന്ന് പറഞ്ഞിട്ട് എന്റെ പണിക്കാരോട് എപ്പോഴും റോട്ടിൽ കിടക്കുക. ഞാൻ എന്ത് ചെയ്യണം? എന്റെ കൈ വിളിച്ചു വെച്ചാൽ അവിടെ എന്താ ടച്ച് വെട്ടാത്തെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയണം? എന്ത് പറയണം? ഞാൻ എന്ത് പറയണം? പറയും നിങ്ങൾ. അല്ല ഞാൻ പറയട്ടെ ചേട്ടാ, ഞങ്ങൾക്ക് ഒരാളുടെ പെർഫോമൻസ് കൂടി നടക്കില്ല. സിംഗിൾ ഒരു പെർഫോമൻസ് കാണിക്കുന്ന ജീപ്പ് വരും ഇവിടെ. നടക്കില്ല ചേട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നടക്കില്ല. ചേട്ടാ ഞങ്ങളുടെ ഒരു ഗസ്റ്റ് ആയിട്ട് ഇന്ന് വന്നതല്ലേ. ചേട്ടൻ ഒന്ന് ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വാ. എനിക്ക് നിങ്ങളുടെ ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എന്റെ ഡ്യൂട്ടിയാണ് വലുത്. ചേട്ടാ അവിടെ ചിക്കൻ കറി ഉണ്ട്, എനിക്ക് വേണ്ട. നല്ല മീൻ കറി ഉണ്ട്, എനിക്ക് വേണ്ട. നല്ല ബീഫ് കറി ഉണ്ട്, എനിക്ക് വേണ്ട. നല്ല പുളിശ്ശേരി ഒക്കെ വെച്ചിട്ട് ബീഫും പൊറോട്ടയും കൂടി ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ. പ്രൊഡക്ഷൻ എവിടെ? എന്ന് കഴിച്ചിട്ട് വാ. ഞാൻ പോണു. വാടാ. അതെ ഈ ബീഫൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. ഒന്നുമില്ല, ഞാൻ വെറുതെ അവര് പോകാൻ വേണ്ടി പറഞ്ഞത്. സമയമില്ല, പെട്ടെന്ന്. And now moving on to our next segment, the Excellence Award. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തുന്ന താരം നിരവധി ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും സ്റ്റേജ് പരിപാടികളിലൂടെയൊക്കെ നമുക്ക് സുപരിചിതനായ കലാകാരൻ ജയദേവൻ. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ജയദേവ, എന്തോ ലോക്ക്ഡൌണിന്റെ താടിയാണോ ഈ കാണുന്നത്? അതെ അല്ലേ? ജയദേവനെ നമ്മുടെ മനസ്സിലുള്ള മുഖം താടി ഇല്ലാത്തൊരു ജയദേവൻ. സ്ഥിരം മുഖം ഒന്ന് മാറ്റി പിടിച്ചിട്ട് അല്ല ഐറ്റം മാറ്റുന്നുണ്ടോ നീ? അതില്ലാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ജയദേവൻ എനിക്ക് എന്റെ ഒക്കെ സഹവർത്തിയായിട്ടുള്ള ഏതാണ്ട് ഞങ്ങളൊക്കെ ഒരേ കാലത്ത് തുടങ്ങിയിട്ടുള്ള മികച്ച കലാകാരനാണ്. ഞാൻ റെക്കോർഡ് ചെയ്ത് വായനക്കുന്ന ഒരുപാട് സ്കിറ്റുകളിൽ, നമ്മൾ ചെയ്യുന്ന സ്കിറ്റുകളിൽ പല വേഷങ്ങൾക്കും മറ്റു പല ക്യാരക്ടേഴ്സിനൊക്കെ ശബ്ദം കൊടുക്കുന്ന കാര്യം വരുമ്പോൾ എപ്പോഴും ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ആള് ജയദേവനായിരിക്കും. ജയദേവൻ വന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് ശബ്ദം ചെയ്തിട്ടുണ്ട്, ഗാനം എന്താണല്ലോ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഡയാനയ്ക്ക് അറിയാത്ത ഫണ്ട്സ് അപ്പോൺ എ ടൈമുമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ജയദേവന്. എന്താണ് അറിയോ? ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ ഫസ്റ്റ് സീസണിലൊക്കെ നമ്മുടെ പ്രൊമോയിൽ ഒരു വോയിസ് ഓവർ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രൊമോയിൽ ഒരു വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ ചിരിപ്പൂരം ഒരുക്കാൻ ചിരിപ്പടയാളികൾ എത്തുന്നു, ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്നൊക്കെ പറയുന്ന വാക്കുകൾ എഴുതുമല്ലോ. വടക്കൻ കേരളത്തിൽ നിന്നും പടക്കൻ തമാശകളുമായി ഒരു മിടുമിടുക്കൻ. ഈ സാധനം പറയുന്നത് ലോക്ക്ഡൌണാ. ജയദേവന് വാട്സപ്പില് മാറ്റർ അയച്ചു കൊടുക്കും. ജയദേവൻ ഒരു സ്റ്റുഡിയോ അത് ഓഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നിട്ടാണ് നമ്മള് നമ്മുടെ പ്രൊമോസിൽ ശബ്ദം വെച്ചിരുന്നത്. അതിന്റെ ശബ്ദം പറഞ്ഞിരുന്ന ആളാണ് ജയദേവൻ. ജയദേവൻ പിന്നെ ഇപ്പൊ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഡബ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ 2-3-4 ക്യാരക്ടറിന് ഡബ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർക്ക് ചോദിച്ചാൽ ആദ്യം കൊടുക്കുന്ന നമ്പർ ജയദേവന്റെ നമ്പർ. അതെ, സിനിമകളിലെ മേജർ ക്യാരക്ടേഴ്സ് കഴിഞ്ഞ് വരുന്ന 3-4 പേർക്കൊക്കെ വന്ന ഒരാൾ വന്നാൽ 4 ക്യാരക്ടേഴ്സ് തീർന്നു. അത്ര ഭംഗിയായിട്ട് ചെയ്യും. ഒരുപാട് ശബ്ദം അനുകരിക്കുന്ന, നന്നായിട്ട് പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ് ജയദേവൻ. ജയദേവന്റെ വിശേഷം പറ ജയദേവ. വിശേഷം നല്ല വിശേഷം. പലപ്പോഴും പിഷാരടി എന്ന് ഞാൻ പറയല്ല, പിഷു എന്നാ വിളിക്കുക. അത്രയും സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ട്. പിഷു പലപ്പോഴും എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് ആദ്യം എന്നെ ഞെട്ടിച്ചത്, പിഷുവിന് ഓർമ്മയുണ്ടെന്നറിയില്ല, കല്യാണത്തിന്റെ റിസപ്ഷൻ പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ ഷാർപ്പ് ടൈമിലാണ്. പിഷുവിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ടൈം. അത് എന്ത് സംഭവിച്ചാലും ഷാർപ്പ് ടൈം. കല്യാണത്തിന്റെ റിസപ്ഷൻ പ്രോഗ്രാം നടക്കുന്നു. റിസപ്ഷൻ പ്രോഗ്രാം നടക്കാൻ 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവതാരകനായിട്ടുള്ള ആള് ക്വസ്റ്റ്യൻ മാർക്ക് വരാൻ ഇത്തിരി ലേറ്റ് ആയി.
നോക്കുമ്പോൾ ഞാൻ അവിടെ കാഴ്ചക്കാരനായിട്ടിരിക്കുക. ജയദേവ പരിപാടി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പ്രിപ്പയർഡും അല്ല. പക്ഷെ ആ 6 മണി എന്ന് പറയുന്ന സമയത്ത് ഷാർപ്പ് തുടങ്ങുക. അപ്പൊ ഞാൻ ഈ പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ഞാൻ ഇത്രയും നല്ലൊരു റിസപ്ഷൻ പ്രോഗ്രാം ഞാൻ കയറി ആങ്കർ ചെയ്തു. അപ്പൊ എനിക്കൊരു ഫസ്റ്റ് എന്നെ ഞെട്ടിച്ചു. ഗാനഗന്ധർവന്റെ 50-ാം ദിവസം നടക്കുന്നത് നമ്മുടെ ചേർത്തല പാരഡൈസ് തിയേറ്ററിലാണ്. അവിടെ മമ്മൂക്കയില്ല, ബാക്കി എല്ലാ താരങ്ങളും ഉണ്ട്. പ്രൗഢ ഗംഭീരമായ വേദി. ഞാനിങ്ങനെ പിഷു പറഞ്ഞിട്ടല്ല, യാദൃശ്യവശാൽ അവിടെ ഒരു ചടങ്ങ് നടക്കുന്ന പറഞ്ഞ് ഞാനും ഈ സിനിമയുടെ ഭാഗമായതുകൊണ്ട് നേരെ പാഞ്ഞു പറിച്ചു വരുന്നു. നോക്കുമ്പോൾ എന്നെ കണ്ടു. ഫംഗ്ഷൻ തുടങ്ങി 4-ാമത്തെ സെക്കൻഡിൽ എന്നെ വിളിക്കുന്നു കയറിക്കോളാൻ. ഞാൻ ഞെട്ടി. അതുപോലെ ഈ ഇപ്പോൾ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രം ഞങ്ങളങ്ങനെ ഡീപ്പായിട്ട് വിളിക്കാറില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷം എന്ന് വെച്ചാൽ, എൻ്റെ 2ാമത്തെ മോൻ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അമൃതയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ്റെ തലേ ദിവസം രാത്രി ഒരു 12 മണിയായപ്പോൾ ഒരു കോഡ് വരുന്നു. വിഷു ആണ് വിളിച്ചത്. വിളിച്ചിട്ട് ചോദിച്ചു എന്തൊക്കെയായി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു നാളെയാണ് ഓപ്പറേഷൻ. ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഫണ്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി കുറച്ച് പൈസയുടെയും കൂടെ കുറവുണ്ട്, ഒരു 10-40,000 രൂപയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു. അത് നീ ഇനി ആരോടും ചോദിക്കാൻ നിൽക്കണ്ട. അപ്പം ഓൾറെഡി സംഘടനയുടെ സപ്പോർട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര്, ഞാൻ വെറും 10,000 രൂപയായിട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ പോകുന്നത്. 40,000 രൂപയുടെ കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ നിൽക്കുന്ന ഞാനും ഷാജോൺ ചേട്ടനും കൂടെ അതങ്ങ് തന്നോളാം എന്ന് പറഞ്ഞ ഒരു നിമിഷം ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് അത്. പക്ഷെ യാദൃശ്യമായിട്ട് ഷാജോൻ ചേട്ടൻ ഇവിടെ കൃത്യമായിട്ട് വന്നു എന്നുള്ളതാണ് ബിഗ് സലൂട്ട്. അത് ഇനി ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഇത് കാരണം ഒരു വൈകാരികമായ ബന്ധമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ ഗാനഗന്ധർവനകത്ത് ആയാലും ഫണ്ട്സ് അപ്പോൺ എ ടൈം തുടങ്ങുമ്പോഴായാലും ഇപ്പോൾ ഈ ആദരവ് കിട്ടാൻ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ച മറ്റേ നേരത്തെ യാദൃശ്ചികം തോന്നുന്നത് ജയദേവന് യാദൃശ്ചികം തോന്നുന്നു. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ജയദേവനെ വിളിക്കുന്നത്. ജയദേവനോട് നേരത്തെ പറഞ്ഞ ഇവൻ തലേന്ന് വിളി തുടങ്ങുന്ന ആളെ എന്താ ഷർട്ട് ഇടേണ്ടത്, ഞാൻ എന്തൊക്കെ പഠിച്ചുകൊണ്ട് വരണോ എന്നൊക്കെ പറഞ്ഞ് ഇത് ജയദേവനെ വെറുതെ കല്യാണത്തിന് വിളിച്ചാൽ ജയദേവൻ വരുമ്പോ എന്നിട്ട് ഇത് കേട്ടിട്ട് ഇവൻ ചെയ്തോളൂല്ലോ, ഇവനത് അറിയാം. അല്ല, ഒരു യാദൃശ്ചികത അതിനകത്തില്ല. ജയദേവന്റെ നമുക്ക് വിശേഷമാണ്. ഇപ്പൊ ഷാജോൻ ചേട്ടനെ പറ്റി പറയുമ്പോൾ ചില സൗഹൃദങ്ങൾ, ഷാജോൻ ചേട്ടനൊക്കെ എനിക്ക് വളരെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ പെട്ടെന്ന് വിളിക്കാവുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് വിളിച്ചാലൊക്കെ വരുന്ന ആളുകളിൽപ്പെട്ട ആളുകളാണ്. ഞാൻ ദാസേട്ടന്റെ ശബ്ദം ആദ്യമായിട്ട് അനുകരിച്ച് കേൾക്കുന്നത് ജയദേവൻ അനുകരിച്ചിട്ടാണ്. നമുക്ക് അതൊന്ന്. ഈ ഭൂമിയില് വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ, ജഗതീശ്വരൻ്റെ അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യരോടും എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, നമ്മളാരും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കലഹിക്കരുത്. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു. അസന്നമായിട്ടുള്ള ഭൂമിയിൽ നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഒരു സ്റ്റേജില് ജയദേവൻ ദാസേട്ടനെ കാണിച്ചപ്പോ അവര് കണ്ട് ഇത്രയും ശബ്ദം കേട്ടപ്പോ ജയദേവന് പാടുവെന്ന് ചോദിച്ചു. അപ്പൊ ജയദേവൻ പാടും. അപ്പം അത് ജാതിഭേദം മതദ്വേഷം പാടി അതിന് അതൊന്ന് ചെയ്യോ? പാട്ട് മാറ്റിയായിരുന്നു അന്ന് പൊളിഞ്ഞ കാര്യം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതെനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ പിച്ചാണ്, ദാസേട്ടൻ പാട്ടിയ പിച്ചല്ല. അത് നീ പറയും. അതായത് ശരിക്കും പാട്ട് എന്റെ അറിവില് സോദരത്വേന വാഴുന്ന മാതൃക ഇത്രയും ടോപ്പാണ്. അപ്പൊ ഇവൻ ഇത് പിടിച്ചിട്ട് വലിയ ദാസേട്ടൻ ആരാധകരുടെ ജാതിഭേദം മത സോദരത്വേന വാഴുന്ന എത്തിട്ടെ മാതൃകാസ്ഥാനമാണിത്. ഞാൻ സ്റ്റേജിൽ വെച്ച് ഒറ്റ ചിരി ചിരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാ ഞാനത് പറഞ്ഞില്ല. നീ ഇന്ന് പക്ഷെ രക്ഷപ്പെട്ട്. വേറെ രസമുണ്ട്. നമ്മുടെ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ, അതിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് എൻട്രി ആയി. ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് സ്വാഭാവികമായിട്ട് നമ്മൾ വിളിച്ചു പറയും, ചേട്ടാ ഇങ്ങനെ സെമി ഫൈനൽ കടന്നു, ഫൈനലിലേക്ക് എത്തി. അങ്ങനെ ഞാൻ നേരെ വില്യംസ് ചേട്ടൻ, കോട്ടയം വില്യംസ് ചേട്ടനെ വിളിച്ചു. ഇപ്പൊ രാവിലെയാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, വില്യംസ് ചേട്ടാ ഞാൻ കോമഡി ഫെസ്റ്റിവലിൻ്റെ ഫൈനലിലെത്തി, ഞാനും ദേവരാജനും ഉണ്ട്, പിന്നെ ഇനിയുള്ള എല്ലാ ദിവസങ്ങളും ഞങ്ങൾ ഫൈനലിലേക്ക് വേണ്ട സപ്പോർട്ടും അനുഗ്രഹം എല്ലാം തരണം എന്ന് പറഞ്ഞപ്പോൾ, ആടാ കുഴപ്പമില്ലടാ, നീ ഇനി ആ ഹരിവരാസനം കൂടെ പാടിയിട്ടങ്ങ് വെച്ചേക്കാം.
ഒരടി ഇങ്ങോട്ട് വന്നിട്ട് ഇവന് ചെറിയ ദാസേട്ടനുണ്ട് ഇവൻ വർത്താനം പറയുമ്പോഴേ, അല്ലാണ്ട് സംസാരിക്കുമ്പോഴും. അതാ പറഞ്ഞ ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഇത് ചെറുതായിട്ട് പറയാറുണ്ട്. ഇപ്പൊ എനിക്ക് വളരെ സന്തോഷം എന്ന് വെച്ചാല് നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഈ വേദിക്ക് എനിക്ക് പേഴ്സണലായിട്ടൊരു ഇഷ്ടമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ മലയാള സിനിമയിലേക്ക് ഏറ്റവും തിരക്കുള്ള ഒരു നടനെ സമ്മാനിക്കുന്നതിന് ഈ വേദി കാരണമായിട്ടുണ്ട്. കാരണം നമ്മുടെ കേശവ മാമൻ, ആ കേശവ മാമൻ ഞങ്ങളുടെ ഗ്യാങ്ങിലാണ്. ഞങ്ങൾ, അതായത് ഞാന്, സുധീർ, ശിവദാസ്, ബിനു തൃക്കാക്കര, ഷിഹാബുള്ളൂർ, ഇങ്ങനെ 5 പേരാണ് ഞങ്ങൾ മാട്ട കളിക്കാൻ പോകുന്നത്. ആ ഒരു ടീമിൽ നിന്ന് ഒരു വലിയ ഒരു കലാകാരൻ ഇന്ന് വളരെ തിരക്കോടുകൂടി വരാൻ കാരണമായ വേദികളിൽ ഒന്നാണ്. അപ്പോൾ നിറഞ്ഞ അഭിമാനത്തോടെ സന്തോഷത്തോടെ എന്നുള്ള നന്ദി ആ കലാകാരൻ ഇത്രയും നല്ലൊരു അവസരം കൊടുത്തതിനുള്ള നന്ദി പറയുന്നു. അല്ല, എനിക്കൊരു കാര്യം പറയണം. ഞാൻ കുറച്ച് സമയമായിട്ട് അത് പറയണമെന്ന് വിചാരിച്ചിരുന്നു. വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മുടെ പറവൂർ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ കറക്റ്റാണ്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം തുടങ്ങി പുതിയൊരു രീതിയിലുള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളത്തിന് അത്ര പരിചിതമല്ലാത്തൊരു പരിപാടിയാണ് കൊണ്ടുവന്നെങ്കിലും നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരെ ഇപ്പോഴും നമ്മൾ മലയാളികൾ നമ്മുടെ മിമിക്രിയെ സ്നേഹിക്കുന്നവർ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഈ വേദിയിൽ കൊണ്ടുവന്ന് അവരെ ഒന്ന് ആദരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസ് വീണ്ടും കാണുക. ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്ന തങ്ങളെപ്പോലുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കുറെ മുൻപുള്ള ഇപ്പം സ്റ്റേജ് ഷോ എന്നൊക്കെ വിട്ടു നിൽക്കുന്ന കുറെ പേരുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും ഈ വേദിയിൽ കൊണ്ടുവന്ന് അവർക്കൊരു വീണ്ടും അവർക്ക് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം, അതിനോടൊപ്പം അവരെ ആദരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അതെന്തായാലും പിഷുവിനും ഈ അമൃത ചാനലിനും ഫണ്ട്സ് അപ്പോൺ എ ടൈമിനെയും നമ്മുടെ ഡയറക്ടറായ ഹരിക്കും എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു മിമിക്രി കലാകാരൻ എന്നുള്ള പേരിൽ എൻ്റെ ഒരു നന്ദിയും നല്ലൊരു കൈഡിയും ഞാൻ അവരെ അറിയിക്കും. താങ്ക് യു. സാധാരണ നമ്മൾ ലാലേട്ടനെ അവതരിപ്പിക്കുമ്പോൾ ലാലേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഇപ്പം ഉദാഹരണത്തിന് പിഷു ചോദിക്കണം, നമ്മുടെ മരക്കാർ എന്ന് പറയുന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നതാണോ നല്ലത് അതോ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ എങ്ങനെയായിരിക്കും ഒന്ന് പ്രതികരിക്കാൻ നോക്കാം. മൊത്തം സിനിമകൾ ചോദിക്കാം. നമസ്കാരം ലാലേട്ടാ. നമസ്കാരം രമനെ. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമകൾ നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതാണോ യഥാർത്ഥത്തിൽ, അതോ ഒരു OTTയിൽ റിലീസ് ചെയ്യുന്നതാണോ ശരിക്കും നല്ലതാവാൻ സാധ്യതയുള്ളത്? എന്താ നല്ല ചോദ്യമാണ് അല്ലേ? നല്ലൊരു ചോദ്യമാണ്. അപ്പം നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, അപ്പം പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ തിയേറ്റർ ആണോ നല്ലത് അതോ അതല്ലേ അത് നമുക്കിപ്പോൾ തിയേറ്റർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ആൾക്കാർക്ക് കാണാൻ സാധിക്കും അല്ലേ? എല്ലാവർക്കും വരാം. അത് നല്ലൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളാണ്. OTTയിൽ നല്ല കാര്യമാണ്. OTT സംഭവിക്കുന്നത് നല്ല കാര്യമല്ലേ? ഇപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് കാണാം. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല സിനിമകൾ ഉണ്ടാവുക, നല്ല തിരക്കഥകൾ ഉണ്ടാവുക. ഇതല്ലേ നല്ലത് മോനെ? ഇതല്ലേ അത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തിന് മോശം കാണുന്ന ഒരാളല്ല. ഒരു കാര്യത്തിനും OTT നല്ലതാണ്, ഇത് നല്ലതാണ്, ലാലേട്ടൻ ആരെങ്കിലും ട്രോളിയാലും നല്ലതാണ്, ഇത് നല്ലത് പറഞ്ഞ എല്ലാത്തിനെയും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു സ്റ്റേജിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോടൊരിക്കൽ ഞാൻ ഭയങ്കര തലവേദനയാന്ന് പറഞ്ഞപ്പോഴേ, തലവേദനയൊക്കെ നല്ലതല്ലേ, ഇത് നമ്മൾ ആസ്വദിക്കണ്ടേന്ന് പറഞ്ഞത് എന്നോട്. ഭയങ്കര തലവേദന എടുത്തിരിക്കുന്ന എന്നോട് പറഞ്ഞു, പിന്നെ തലവേദനയൊക്കെ നല്ലതല്ലേ, കണ്ടോ ഇവിടെ എത്രയോ പേരുണ്ട് അവർക്കൊന്നും തലവേദന ഇല്ലല്ലോ, നമുക്ക് മാത്രമല്ലേ തലവേദന വന്നത്, അപ്പൊ അത് ആസ്വദിക്കുക, അല്ലാതെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ആസ്വദിക്കുന്നതിന്റെ വഴി കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ ഒരു പാട്ട് ഞാനിങ്ങനെ, ആറ്റുമണൽ പായയിൽ എന്നുള്ള പാട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാം. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ, കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ, വീഴാതെ കണ്ണിലന്നു മിന്നിയ നീർമണി, നിറാതെ നീറുന്നോരോർമ തന്നെ തിരി, എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടി കുരുവി, നിന്നെ കാത്തി തീരത്തെന്റെ മോഹം വേരോടി, ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ, കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. ചിലര് പഠിച്ചിട്ട് പാടുന്നു, നമ്മളൊരു ധൈര്യത്തിന്റെ പുറത്ത് പാടുന്നു. അതാണല്ലോ സിനിമയിലെ സംഭവിക്കുന്നത്. ജയദേവേട്ടാ, ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു സ്നേഹാദരമായിട്ട് വാങ്ങണം. അത് നൽകാനായിട്ട് രമേശ് ചേട്ടനെയും ഷാജോൻ ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കണം പ്ലീസ്. ശ്രീ ജയദേവൻ കലവൂർ, അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. കുറച്ചു പേരെങ്കിലും ജയദേവന്റെ നെറ്റിയിലൊക്കെ ഒരു പാടുണ്ട്. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ജയദേവൻ ഒരു വലിയ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടമായിരുന്നു ജയദേവൻ എന്ന കലാകാരനെ സംബന്ധിച്ചിടത്തോളം. അത് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ചില ട്രാജഡികൾ തുടരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും
ചിരി എന്ന ആയുധത്തെ മുറുക്കി പിടിച്ചുകൊണ്ട്, വേദികളെ മുറുക്കി പിടിച്ചുകൊണ്ട്, പ്രോഗ്രാമുകളെ മുറുക്കി പിടിച്ചുകൊണ്ട് സധൈര്യം സജീവമായി മുന്നോട്ട് പോയി ഇന്ന് ഏറ്റവും തിരക്കുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി, ഏറ്റവും തിരക്കുള്ള ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റായി, രചനകളിലും സിനിമകളിലും ടെലിവിഷൻ പ്രോഗ്രാമുകളിലും എല്ലാം സജീവമായി നിൽക്കുന്ന ജയദേവൻ സാന്നിധ്യം കൊണ്ട് ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയെ ധന്യമാക്കി ഇരിക്കുകയാണ്. ജയദേവന്റെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു ആഗ്രഹം. സുധൻ കൈവേലി, റൂബിൻ എന്നിവരാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഇവരിൽ ബെസ്റ്റ് പെർഫോമർ ആരാണെന്ന് കണ്ടുപിടിക്കാം. അതിനായി രണ്ടുപേരും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം സുധൻ കൈവേലി ആൻഡ് റൂബിൻ. സുധൻ കൈവേലിയും റൂബിനും രണ്ടുപേരും വളരെ മികച്ച പ്രകടനമാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. രണ്ടുപേരും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു. അതിൽ പുതുമയാർന്ന ഒരു അവതരണം, പുതുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചങ്കൂറ്റത്തോടു കൂടി വന്ന് തൻ്റെ പ്രകടനം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തി. അല്ലാതെ തൻ്റെ കുറവുകൾ കൊണ്ടല്ല സമ്മാനങ്ങൾ ലഭിക്കുന്നത്, തൻ്റെ പ്രകടനം കൊണ്ട് തന്നെ ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയതും ബെസ്റ്റ് പെർഫോമറായി മാറിയിരിക്കുന്നതും റൂബിനാണ്. റൂബിൻ ആശംസകൾ. അപ്പൊ ഓക്കെ, സുധൻ, റൂബിൻ. സാറേ, ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഇന്നത്തെ ചിരിയാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഊരി